ശിഷ്യനായ മാർത്തോമാ ഭാരതഭൂവിന് റൂഹ നൽകിയതാ. പണ്ടുകാലത്തെ ദുഃഖാനെ കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങളുടെ അടുത്ത് പറയാമോ? അത് കൂടെ മുണ്ടുവിരിക്കുന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ കുർബാന കഴിക്കുള്ളൂ അച്ഛന്മാർ പറയുന്നതൊക്കെ ഒരു കുർബാന ഞായറാഴ്ച പോലെ തന്നെ ഒരു കുർബാന വെക്കുന്നു. ആ കുർബാനയ്ക്ക് ശേഷം ഞായറാഴ്ച പോലെ രണ്ടാമതും കുർബാന വെക്കുന്നു. ഈ രണ്ട് കുർബാനയും പള്ളി നിറച്ചാളുണ്ട്. ഇത് ഭയങ്കര ആഘോഷമാണ്. കാരണം ഇത് സെൻറ് തോമസിൻ്റെയാണ്. കാരണം മക്കളെ, സെൻറ് തോമസിലേക്കുള്ള പ്രത്യേകത ഭാരതോപസ്തോലൻ ഭൂമിയിൽ നമ്മുടെ ഈ ഭാരതത്തിൽ വന്ന് നമ്മളെ വിശേഷണത്തിലാക്കിയിട്ടുള്ള നിങ്ങളും നിങ്ങളുടെ സന്തതി പരമ്പര ആരൊക്കെ ഉണ്ടെങ്കിലും ആരെല്ലാം പറഞ്ഞാലും തീരിയലാത്ത സത്യമാണ്. ഇത് വളരെ വളരെ വിപുലമായ രീതി നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. 7 പള്ളി സ്ഥാപിച്ച ഈ ധീരൻ ഇവിടെ ഒരു ശൂന്യത്തിൻ്റെ മുമ്പത്ത് ജീവൻ അർപ്പിക്കുകയത്. കാരണം ഈശോയെപ്പറ്റിയുള്ള സ്നേഹത്തിന്, ഗുരുവിനെ പറ്റിയ സ്നേഹത്തെപ്പറ്റി ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പഴയ ആൾക്കാരെ ഉണ്ടല്ലോ, ആ പഴയ ആൾക്കാരെ എന്ന് നെടുനീളം വെള്ളത്തുണി വിരിക്കും. വെള്ളത്തുണി വിരിച്ചിട്ട് പിന്നെ താഴത്തെ ആൾക്കാരെ കൊണ്ട് നിർത്തും. ആ വെള്ളത്തുണി നമ്മൾ ഇങ്ങനെ നെടുനീളം ആനമാരൊക്കെ കൊണ്ട് വെള്ളത്തുണി വിരിച്ച് നിർത്തുന്നത് എന്തിനാ? അത് പിടിക്കാം. എന്നിട്ട് അച്ഛൻ ഇതിൻ്റെ കീഴെ ഈ കുർബാന ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അന്നേരം ഈ 6 പിള്ളേർ അപ്പുറേ ഇപ്പുറേ നല്ല മുടിയൊക്കെ വെച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഈ ചെറിയ കൊട്ടയുണ്ട്. ആ കൊട്ട കഴുത്തേ കെട്ടും. കഴുത്തേ കെട്ടിയിട്ട് അതിനകത്ത് നിറച്ച് പൂവുണ്ട്. എന്നിട്ട് ഈ കുർബാന എഴുന്നള്ളിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ 6 പിള്ളേരും അപ്പുറത്തുനിന്ന് ഇങ്ങനെ 3 പേര് വീതം വന്ന് ഇങ്ങനെ പൂ എറിഞ്ഞെറിഞ്ഞാണ് ഈ കുർബാന ഞാൻ